കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രവേശിച്ചത് 17-ാമത്തെ വാക്യത്തിലായിരുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം, അത് ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ദൈവം നമ്മളോട് പറയുന്നത്, ക്രിസ്തുവിലുള്ള നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ നില എന്താണ്, ആ നില എന്താണെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ കേവലം ഒരു ആലങ്കാരികമായി പറയുന്ന ഒരു കാര്യമല്ല, മറിച്ച് ശരിക്കും അതെ ഒറിജിനലി അതെ നമുക്കെല്ലാവർക്കും വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയാൻ സാധിക്കുന്നതായ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു സ്റ്റാറ്റസിലേക്ക്, നിലയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നെങ്കിൽ തന്നെ അനേക ആളുകളും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാറില്ല. അല്ല, ഒരു മതപരമായ ഒരു ചിന്ത എന്ന പോലെ അതൊക്കെ അവിടെ ഇരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ ഈ വചനത്തിലൂടെയൊക്കെ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സ്റ്റാറ്റസ് അഥവാ നില അറിഞ്ഞ് തന്നെ നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ്സ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തയിൽ കൂടുതലായി നമ്മൾ ഊന്നിപ്പറവാൻ ആഗ്രഹിക്കുന്ന കാര്യവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രയോജനം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, നമ്മൾ ക്രിസ്തുവിൽ ആയാൽ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം, ഒരു പ്രമാണി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു അവനോട് പറയുന്നത്, നീ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല നീ നിത്യജീവന് പ്രാപിക്കുവാനിടയായിത്തീരുന്നത്, അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ ആകുന്നത്, മറിച്ച് നമ്മൾ ആയിത്തീരുക. അതേ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല ആയിത്തീരുന്നത്, മറിച്ച് നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൽ അതിൽ കൂടെ ആയിത്തീരുകയാണ്. അതായത് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി അംഗീകരിക്കുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ദൈവഭവനത്തിൽ ആയിത്തീരുന്നു. അങ്ങനെ ദൈവഭവനത്തിൽ ആയിത്തീരുന്നവരായ ആളുകൾ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ നിലയിലാണായിരിക്കുന്നത്. അങ്ങനെ നാം മക്കളാണെങ്കിൽ നാം ദൈവത്തിൻ്റെ അവകാശികളാണ്. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം എത്ര വലുതാണ്! ദൈവത്തിൻ്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ ഈ മുഴു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതായ ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ തന്നെ ഞാൻ അവകാശിയാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാവരും തന്നെ ഓരോരോ ഭവനങ്ങളിൽ പെട്ട ആളുകളാണ്. ഓരോ ഭവനത്തിനും അവരുടേതായിട്ടുള്ള സമ്പത്തുണ്ട്, അവരുടേതായിട്ടുള്ള സ്വത്തുക്കളുണ്ട്. ആ വീട്ടിൽ ജനിക്കുന്നതായ മക്കൾ എല്ലാവരും തന്നെ അതിൻ്റെ അവകാശികളാണ്. എന്നാൽ ഈ അവകാശബോധം ഇല്ലാതെ നമ്മൾ ജീവിച്ചാൽ, എത്ര അവകാശമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ, അവകാശി സർവ്വത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവന് അതിൻ്റെ യാതൊരു വിധമായ ബെനഫിറ്റ്സും അനുഭവിക്കാൻ കഴിയത്തില്ല. അവൻ അവിടെയുള്ള ദാസന്മാർക്ക് കീഴേ ഉള്ളവനായി തന്നെ അവൻ ജീവിക്കേണ്ടതായിട്ട് വരും. ഇന്നും അനേക ആളുകൾ ഇപ്രകാരം ജീവിക്കുന്നുണ്ട്. അവർ ദൈവഭവനത്തിലാണ്, അവർക്ക് ദൈവം പുത്രത്വം കൊടുത്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അവരെപ്പോഴും ദാസന്മാരെക്കാളും, അതായത് ദൈവഭവനത്തിലെ ദാസന്മാരെന്നോണം തന്നെയാണ് അവർ ജീവിക്കുന്നത്. അതേ മുടിയനായ പുത്രൻ്റെ ആ ഉപമയിൽ നമുക്ക് മൂത്ത മകനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ആ ഭവനത്തിൽ ഒരു മകനായിട്ടുണ്ടെങ്കിലും അവൻ പലപ്പോഴും ചിന്തിക്കുന്നത് ദാസൻ എന്നവണ്ണമാണ്. നോക്കൂ, ആ ഇളയ മകൻ ദൂരദേശത്തേക്ക് അപ്പൻ്റെ വസ്തുവകകളെല്ലാം വാങ്ങിച്ചെടുത്ത് വീതമെല്ലാം വാങ്ങിച്ച് പോയെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ അവനൊരു ബോധമുണ്ടായി, എനിക്കൊരപ്പനുണ്ട്, എനിക്കൊരു ഭവനമുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്.
ആ അവകാശ ബോധമാണ് അവനെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഭവനത്തിലെ നന്മകൾ അനുഭവിക്കുവാനും അവനെ യോഗ്യനാക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഭവനത്തിൽ തന്നെ തുടരുന്നു. നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ പേരുകൊണ്ട് ക്രിസ്ത്യാനികൾ. പക്ഷേ നമ്മളുടെ സമീപനങ്ങൾ കൊണ്ട്, നമ്മളുടെ പ്രകടനങ്ങൾ കൊണ്ട്, നമ്മുടെ ഭാവങ്ങൾ കൊണ്ട് നമ്മൾ ദാസന്മാരെന്നവണ്ണം ഭവനത്തിൽ യാതൊരു വിധമായ ഓണർഷിപ്പുമില്ലാതെ, ഉടമസ്ഥതയുമില്ലാതെ, അവകാശമില്ലാതെ ജീവിക്കുന്നവരായി നമ്മൾ നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അവകാശികളാണെന്നുള്ള ചിന്തയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ആ അവകാശ ചിന്തയിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, നമുക്കുള്ള അവകാശം എന്തൊക്കെയാണെന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വിഷയം വളരെ ബൃഹത്തായ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അപ്രകാരമുള്ള ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയെന്ന് വരാം. പക്ഷേ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന് കൂട്ടവകാശികൾ തന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതിലെല്ലാം തന്നെ നമുക്കും അവകാശമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു എപ്പോഴും പറഞ്ഞതായ ഒരു കാര്യമായിരുന്നു മഹത്വം, മഹത്വം, തേജസ്. ഈ കാര്യങ്ങളെല്ലാം യേശു ക്രിസ്തു പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, യേശു ക്രിസ്തു എപ്പോഴും ആ മഹത്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് താൻ ചിന്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ തേജസ്സിൻ്റെ അവകാശത്തെക്കുറിച്ച് താൻ ചിന്തിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു തേജസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ചോ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പിതാവായി ദൈവം തനിക്ക് ഒരുക്കുന്നതായ ഒരു അവകാശമാണെന്നുള്ള ചിന്ത യേശുവിനുണ്ടായിരുന്നു. ഇത് കൂടുതൽ വിശദമാക്കാൻ വേണ്ടി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ മഹത്വം വെടിഞ്ഞാണ് വന്നത്. അതായത് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ ഈ ഭൂമിയിൽ യേശു മനുഷ്യനായി വിളങ്ങുമ്പോൾ ആ മഹത്വം അവൻ അവിടെ വെളിപ്പെടുത്തിയില്ല. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടതായി ഒരു സന്ദർഭം ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മറുരൂപമലയിൽ വെച്ച് യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവർ ദർശിക്കുവാനിടയായി തീർന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം തരുന്ന മഹത്വം ഈ ഭൂമിയിലെ മഹത്വം കൊണ്ടാണെന്നുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് വന്നപ്പോൾ എന്താണ് പിശാച് ഓഫർ ചെയ്തത്? പിശാച് ഓഫർ ചെയ്തത് ഈ ലോകത്തിൻ്റെ മഹത്വമാണ്. ഒന്നാമത് ആഹാരത്തെക്കുറിച്ചുള്ള മഹത്വം, രണ്ടാമത് ജീവനെക്കുറിച്ചുള്ള മഹത്വം, മൂന്നാമത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മഹത്വം. ഈ മഹത്വം കാണിച്ചുകൊണ്ട് പിശാച് യേശുവിനെ വീഴിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പിശാച് നമ്മുടെ അടുക്കലേക്ക് വന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് ആളുകൾക്ക് വേണ്ടത് എന്തുവാ? ഈ മൂന്ന് കാര്യങ്ങളാണ്. അതായത് ഉപജീവനം സംബന്ധിച്ചിട്ടുള്ളതായ, അതായത് ആഹാരത്തിൻ്റെ മഹത്വം, ഉപജീവനം സംബന്ധിച്ചിട്ടുള്ളതായ മഹത്വം, രണ്ടാമത് നമ്മുടെ ജീവനെ സംബന്ധിച്ചുള്ള മഹത്വം, മൂന്നാമത് ഈ ലോകത്തിൻ്റെ മഹത്വം. ഇത് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പോലും നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഈ മൂന്ന് കാര്യങ്ങളും നേടുവാനാണ്. അതായത് ഉപജീവനത്തിൻ്റെ മഹത്വം, രണ്ടാമത് ഈ ലോകത്തിൻ്റെ മഹത്വം, മൂന്നാമത് അതേ ജീവൻ്റെ മഹത്വം നേടുവാനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊക്കെ നമുക്ക് ദൈവം തരില്ല എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണന എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മഹത്വമല്ല. മറിച്ച് നമ്മുടെ മുൻഗണന എന്ന് പറയുന്നത് നമുക്ക് വരുവാനുള്ള മഹത്വമാണ്. വരുവാനുള്ള മഹത്വം, ആ മഹത്വത്തിന് വേണ്ടി നമ്മൾ കാംക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. റോമാലേഖനം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം, യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. നോക്ക്, ഇവിടെ തേജസ്സിനായി മുന്നൊരുക്കിയ, അതായത് ദൈവം നമ്മെ വിളിച്ചത് തേജസ്സിന് വേണ്ടിയാണ്. തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയ, അത് തന്നെയാണ് ഈ മഹത്വം എന്ന വാക്കും കൊടുത്തിരിക്കുന്നത്. അതായത് മഹത്വത്തിന് വേണ്ടി മുന്നൊരുക്കിയ. ഈ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ് മഹത്വം. നമ്മൾ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ, മരിച്ചവരായ നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ മഹത്വം പ്രാപിക്കുന്നു. ആ മഹത്വം എന്ന് പറയുന്നത്
ഈ ലോകത്തിൻ്റെ മഹത്വമല്ല, ദൈവം നമുക്ക് നൽകുന്നതായ മഹത്വം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ ദൈവ തേജസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല നമ്മൾ ദൈവ തേജസ് അനുഭവിക്കുന്നത്, മറിച്ച് നമ്മൾ ദൈവ തേജസ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അനുഭവിക്കുന്നത് നമ്മൾ ആ ഭവനത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ഇതൊന്നുമില്ലാത്തതായ, ദൈവം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായ ഒരു സ്ഥിതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ തേജസ്സിൻ്റെ പ്രത്യാശ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ മഹത്വം എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് ആളുകൾ മരിക്കുമ്പോൾ മഹത്വത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ എഴുതാറുണ്ട്. പക്ഷേ പലർക്കും ഈ മഹത്വത്തിൽ പ്രവേശിച്ചു എന്ന പദം പലപ്പോഴും അറിയത്തില്ല. അതായത് മഹത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നമ്മളായിത്തീരുന്നതാണ്. അത് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ അപ്രകാരമാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം നമ്മൾ ശരീരത്തോടുകൂടെ അവങ്കൽ ആയിത്തീരും. ഈ ശരീരമല്ല, മർത്യമായ ശരീരമല്ല, സ്വർഗീയമായ ശരീരം. അതേ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ സ്വർഗീയമായ ശരീരം നമ്മൾ അതിന് മീതെ, അതായത് ഇന്ന് ബലഹീനത അനുഭവിക്കുന്ന ഈ ഉടുപ്പ്, ഈ ശരീരമാകുന്ന ഉടുപ്പിൻ്റെ മീതെ, അതേ ആ മഹത്വത്തിൻ്റെ ആ ശരീരം, സ്വർഗീയമായ ശരീരം നമ്മൾ പ്രാപിക്കും. അന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്, ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം പ്രത്യാശ ആ മഹത്വമായിരിക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അത് സംബന്ധിച്ചുള്ള 1-2 വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, ആ മഹത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവിനോടൊപ്പം സ്വർഗത്തിലുള്ളതായ ആ നിലയാണ്, ആ സ്റ്റാറ്റസാണ്. ആ സ്റ്റാറ്റസ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലെ തന്നെ അവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇത് പിതാവായി ദൈവം തൻ്റെ പുത്രന് കൊടുത്തിട്ടുള്ള മഹത്വമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ ഇവിടെ വെച്ചല്ല കാണുന്നത്. നമ്മൾ ആ മഹത്വം നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ആ മഹത്വം കാണുന്നത്. അതാണ് ഇവിടെ യേശു പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശു ക്രിസ്തുവിന് പിതാവായി ദൈവം കൊടുത്തതായ ആ മഹത്വത്തിൻ്റെ റിയലായിട്ടുള്ള റെവലേഷൻ, ആ ഒരു വെളിപ്പാട് നമുക്ക് കാണണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഇനി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയുണ്ട്. ആ മഹത്വത്തിലേക്കാണ് യേശുക്രിസ്തു നമ്മെ കൊണ്ടുപോകുന്നത്. യേശുവിന് പിതാവായി ദൈവം കൊടുത്തതായ ആ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ ബെനഫിറ്റ്, അതായത് ദൈവത്തിൻ്റെ മക്കൾ എന്ന വണ്ണം നമുക്ക് ദൈവം തരുന്നതായ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഈ രക്ഷയുടെ പൂർത്തീകരണമാണ്. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വേർപെടാനുള്ള ആ ഒരുക്കത്തോടു കൂടെ, അതേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതായ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു പൂർത്തീകരണം താമസിക്കാതെ സംഭവിക്കും. അതുകൊണ്ട് ആ തേജസ്കരണത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് മെസ്സേജാണ് ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസത്തെ സന്ദേശമായിരിക്കും ഈ സന്ദേശത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു വാക്ക് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയതായ മഹത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നാൽ കർത്താവ്, ഈ മഹത്വം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾ കാണുന്നതായൊരു സുദിനം വരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതും, അതേ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കണ്ടതായ ദർശനം, യേശുക്രിസ്തുവിൻ്റെ മഹത്വം, അതേ വെള്ളോട്ട് സദൃശ്യമായ കാലുകോട് കൂടിയവൻ, അഗ്നിചാലയ്ക്ക് കണ്ണുള്ളവൻ, ഹിമത്തെക്കാളും വെണ്മയേറിയ
മുടിയുള്ളവൻ അതേ കർത്താവെ ആ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ തേജസ്സിൽ കാണുമെന്നും ഞങ്ങളും അവനെപ്പോലെ ആ ഒരു തേജസ്സിലേക്ക് വഴി നടത്തപ്പെടുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട പ്രിയമുള്ളവർ കർത്താവിനാൽ രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.